കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. പല രാജ്യത്തിന്റെ എല്ലാ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെ പലയിടങ്ങളിലുണ്ട്. ഇനിയും ഒരുപാട് രാജ്യത്തിന്റെ പല മേഖലകളിൽ നിന്നും പലരും നമ്മുടെ പല രാജ്യങ്ങളുടെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ളവരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സേഫ്റ്റി നേർന്നുകൊണ്ട് എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ സൂം മീറ്റ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ സൂം മീറ്റിങ്ങിൽ ഞാൻ എല്ലാവരോടും ഒരു വാക്ക് നൽകുകയുണ്ടായിരുന്നു. 31-ാം തീയതിക്കുള്ളിൽ യൂട്ടിലിറ്റി പ്രോജക്റ്റ് കൊണ്ടുവരുമെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കുറച്ചുപേരൊക്കെ തന്നെ പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. എങ്കിലും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എന്ന രീതിയിൽ നമ്മളെല്ലാവരും ഒരുപാട് നാൾ കാത്തിരുന്നാണ് ഈ അപ്പെക്സ് ടോക്കൺ യൂട്ടിലിറ്റി പ്രൊജക്റ്റുകൾ എന്താണ് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ ഞങ്ങളുടെ ടീമാണെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് ഏറ്റവും അടുത്തിരുന്ന നമ്മുടെ നല്ല മെമ്പേഴ്സ് ആണെങ്കിലും നല്ല ലീഡേഴ്സ് ആണെങ്കിലും എല്ലാവരും എപ്പോഴും ഏറ്റവും നല്ല യൂട്ടിലിറ്റി പ്രൊജക്റ്റുകൾ എന്താണ് കൊണ്ടുവരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഡെയിലി യൂസിന് വരാവുന്ന രീതിയിലുള്ള യൂട്ടിലിറ്റി പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള ആശയങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും മുന്നിലുണ്ടായിരുന്നു. അപ്പൊ എന്നും നമ്മുടെയൊക്കെ മുന്നിൽ യൂസ് ചെയ്യുന്ന ഇ-കൊമേഴ്സ് സൈറ്റുകൾ, അതായത് അജിയോ, ഫ്ലിപ്കാർട്ട് പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ അപ്പെക്സ് ടോക്കൺ ഉപയോഗിച്ച് നമുക്കിനി മുതൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ പ്ലാറ്റ്ഫോം ത്രൂ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൊമാറ്റോ പോലത്തെ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനുകളിൽ നമുക്ക് നമ്മുടെ അപ്പെക്സ് ടോക്കൺ ഉപയോഗിച്ച് ഫുഡ് പർച്ചേസ് ചെയ്യാനുള്ള വൗച്ചറുകൾ, അതേപോലെ തന്നെ പല അത്തരം യൂട്ടിലിറ്റി ബേസ്ഡ് പാറ്റേണുകളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മേക്ക് മൈ ട്രിപ്പ് പോലത്തെ പ്ലാറ്റ്ഫോമുകൾ. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന മേക്ക് മൈ ട്രിപ്പ് ഉപയോഗിച്ച് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, അറിയാത്ത കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലേക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്. മേക്ക് മൈ ട്രിപ്പ് ഉപയോഗിച്ച് ഹോട്ടൽ ബുക്കിങ്ങുകൾ, ഫ്ലൈറ്റ് ബുക്കിങ്ങുകൾ, അതുപോലെ അത്തരമുള്ള പല ബുക്കിങ്ങുകൾക്ക് വേണ്ടി മിനി അപ്പെക്സ് ടോക്കൺ ഉപയോഗിച്ച് നമ്മൾക്കത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതേപോലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ പർച്ചേസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് നമ്മുടെ അപ്പെക്സ് ടോക്കൺ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ തന്നെ സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ നിലവിൽ പ്ലാറ്റ്ഫോമിൽ റണ്ണായി തുടങ്ങിയിട്ടുണ്ട്. ഈ സൂം മീറ്റ് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ടോക്കൺ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഈ ടോക്കൺ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ അസറ്റ് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. അപ്പെക്സ് ടോക്കണിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അപ്പെക്സ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ്. ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നമ്മുടെ ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പ്രൊജക്റ്റിന്റെ ഭാഗമാവണം. നമ്മുടെ അല്ലാതെ കമ്മ്യൂണിറ്റി തന്നെ വളരും, അല്ലെങ്കിൽ ഇനി അത് വേറെ ആൾക്കാർ പർച്ചേസ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നൊന്നും ചെയ്യാതിരിക്കരുത്. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം, സ്വാഭാവികമായിട്ടും ടോക്കൺ പർച്ചേസ് ചെയ്ത് നിലവിൽ ഇന്ന വലിയ പ്രൈസിനൊക്കെ മേടിച്ചു വെച്ച ആളുകൾക്കൊക്കെ ഒരു ഉള്ളിലുള്ള ഒരു ആശങ്ക ഉണ്ടാവും, ഇനി ഞാൻ ഇത് വീണ്ടും കൊടുക്കണോ മാറ്റണോ എന്നുള്ളത്. അതിനു പകരം ഉദാഹരണത്തിന് ഇതായി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് 100 രൂപയ്ക്ക് ഈ മാർക്കറ്റിൽ നിങ്ങൾക്ക് കോസ്റ്റ് വരുന്ന നിങ്ങളുടെ ഈ കോസ്റ്റ് അപ്പെക്സ് ടോക്കൺ വെച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 90 രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ നിന്ന് എന്താണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇവർക്ക് 10%, അതായത് 100 രൂപ കൊടുക്കുന്നതിന് പകരം 90 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കാം എന്ന രീതിയിലാണ് അപ്പെക്സ് ടോക്കൺ കൊടുത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇതുവരെയുള്ള അല്ലെങ്കിൽ ഈ സൂം മീറ്റിന് ശേഷമുള്ള നിങ്ങൾക്ക് മുന്നിലുള്ള യൂട്ടിലിറ്റി പ്രോജക്റ്റ് ആണ്. ഇനി അടുത്തത് വരാൻ പോകുന്ന പ്രോജക്റ്റുകളാണ് ഫോൺ പേ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, അതുപോലെ യൂബർ, പിന്നെ അതുപോലെ ബുക്ക് മൈ ഷോ, KFC, ഡോമിനോസ് പോലത്തെ പ്ലാറ്റ്ഫോമുകളിലും നമ്മുടെ അപ്പെക്സ് ടോക്കൺ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളെയൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനിത് കൂടുതൽ എടുത്തു പറയുന്നില്ല. അപ്പോൾ നമ്മുടെ അപ്പെക്സ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്, നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമുക്കൊരു വലിയൊരു അപ്ഡേറ്റ് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഏത് ഒരു
എത്ര വലിയ കോർപ്പറേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ആണെങ്കിലും ഒരു ഡൗൺഫോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വളർച്ചയുണ്ട്. അപ്പൊ നമ്മൾ മുന്നോട്ട് വളരാനുള്ള നമ്മുടെ ഒരു ആരംഭഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നൊരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്. ഇന്നത്തേന് ശേഷം അടുത്ത ഫിനാൻഷ്യൽ ഇയർ നമുക്ക് വേണ്ടി ഉള്ളതാവട്ടെ. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഈ പ്ലാറ്റ്ഫോമിനെ യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയാണ് ടോക്കണെ അല്ലെങ്കിൽ ഏത് ക്രിപ്റ്റോ പ്രോജക്റ്റുകളെയും വിജയിപ്പിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ പർച്ചേസ് ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ പ്ലാറ്റ്ഫോമുകളിലേക്ക് യൂസ് ചെയ്യാണ്ടിരിക്കരുത്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുത്തേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമേ ഉള്ളൂ, മെച്ചമേ ഉണ്ടാവുള്ളൂ, നഷ്ടമുണ്ടാവില്ല. മിനിമം ഓരോ കമ്മ്യൂണിറ്റി മെമ്പറും ഒരു $50 യൂട്ടിലിറ്റി എന്ന രീതിയിലെങ്കിലും പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ടോക്കൺ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഓരോ ഘട്ടങ്ങളിൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്കിൽ പോലും അതിനകത്ത് ചെറിയ ചെറിയ എററുകൾ എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ തന്നെയും എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്ത് വരുന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും, നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെ ഇത് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും ചില എററുകൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരു കൂട്ടത്തോടെ വന്ന് എന്താ പറയാ, ഒരു കൊറിയുടെ ഒരു അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഒരു ഡൗട്ടുകളുടെയും കൊറികളുടെയും എറേഴ്സിന്റെ ഒരു സംശയങ്ങൾ ഇട്ട് വെക്കാതെ ഒരു സമയമെടുത്ത് അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ കൊടുക്കുക. ഒരു വട്ടം രണ്ടു വട്ടം ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു ധാരണ കിട്ടും. ഇതിനെക്കുറിച്ച് കൃത്യമായി ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള മറ്റ് വീഡിയോകളും അല്ലെങ്കിൽ അതുമായിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളും മുന്നോട്ട് വരുന്നതായിരിക്കും. അടുത്തായിട്ട് തന്നെ പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞ സോക്കോൾഡ് എറേഴ്സ് എല്ലാം നെഗ്ലക്ട് ചെയ്യുക. ഇനി അടുത്തായി പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും പല കമ്മ്യൂണിറ്റി മെമ്പേഴ്സും പല ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന ടോക്കണിൽ ഇന്ന എക്സ്ചേഞ്ചുകളിൽ ഡീലിസ്റ്റ് ആവുമോ, ഇന്ന എക്സ്ചേഞ്ചിൽ നിന്ന് എടുത്തു കളയോ, അല്ലെങ്കിൽ അത്തരം XT ലേബലുകളും ത്രഷനിങ് നോട്ടുകളും ഇതിനു മുമ്പും ഒരുപാട് വട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരം ST ലേബലുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടായപ്പോൾ പോലും അന്നും ഇത്തരം എക്സ്ചേഞ്ചുകളിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടും ഉണ്ടാവുന്നതായിരിക്കില്ല. പകരം അതോടൊപ്പം തന്നെ പുതിയ എക്സ്ചേഞ്ചുകളിലേക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെയും ഈ യൂട്ടിലിറ്റിയെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൂടുതൽ യൂട്ടിലിറ്റി ഓപ്ഷൻസുകൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിന് കമ്മ്യൂണിറ്റിയുടെ സഹകരണം വേണം. അതോടൊപ്പം തന്നെ പുതിയ ഒരു പ്ലാൻ ലോഞ്ചിങ് യൂട്ടിലിറ്റി ബേസ്ഡ്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ടോക്കണെ ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു പുതിയ പ്ലാൻ ലോഞ്ചിങ്ങും എത്രയും പെട്ടെന്ന് തന്നെ, മേ ബി എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനകം തന്നെ, അടുത്ത 2-3 ദിവസം, എക്സാക്ട് 2 ദിവസം കഴിയുമ്പോൾ തന്നെ എന്തുകൊണ്ട് സൂം മീറ്റ് വെച്ചില്ലെന്ന് ചോദിക്കരുത്. 2-3 ദിവസത്തിനകം തന്നെ ഒരു സൂം മീറ്റ് അടുത്തത് ഉണ്ടാവുന്നതായിരിക്കും. അതിൽ പുതിയ പ്ലാൻ പ്രസന്റേഷൻ ഉണ്ടാവും. ഇനി അങ്ങോട്ടേക്ക് പല ഡെവലപ്മെന്റുകളും അല്ലെങ്കിൽ വരാൻ പോകുന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെയും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ സാധിക്കുന്നതാണ്. ഒരുപാട് നാള് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വിശ്വസിച്ച് കൂടെ നിന്നവർക്ക് എല്ലാവരും പ്രതീക്ഷ കൈവിടരുത്. ആരുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെടില്ല എന്ന് വീണ്ടും ഉറപ്പ് തന്നുകൊണ്ട് ഇനിയും നമുക്ക് അപ്പെക്സ് ടോക്കൺ എന്ന പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ 3 വർഷത്തോളമായി അപ്പെക്സ് ടോക്കൺ നിങ്ങളുടെയൊക്കെ മുന്നിൽ ലൈവാണ്. ക്രിപ്റ്റോയ്ക്ക് ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചത് പോലും അപ്പെക്സ് ടോക്കൺ ആണ്. നിങ്ങളുടെയൊക്കെ മുന്നിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനിയും മുന്നോട്ട് ഒരുപാട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിങ്ങൾ എല്ലാവരും, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും ഇതേ പ്രതീക്ഷയും നമ്മൾ ഒപ്പം വെക്കണമെന്നും, നമ്മൾ ബിനാൻസിൽ മുമ്പ് വാഗ്ദാനം ചെയ്യപ്പെട്ടതും പ്രോമിസ് ചെയ്യപ്പെട്ടതും പോലെ തന്നെ ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ബിനാൻസിൽ ലിസ്റ്റ് ചെയ്ത് കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വരെ, അപ്പെക്സിന്റെ വലിയൊരു പ്രൈസ് റേഞ്ചിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണമെന്നും ഒപ്പം പ്രതീക്ഷിക്കണമെന്നും ശക്തമായി കൂടെ നിൽക്കണമെന്നും ആശംസിക്കുന്നു. മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഡിസ്കസ് ചെയ്യാനില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ യൂട്ടിലിറ്റി പോയിന്റുകൾ മാത്രമല്ല മറ്റ് പ്ലാനുകളും കൂടെ വരുന്നതിന് ശേഷം മാർക്കറ്റിൽ നിലവിലുള്ള ടോക്കണുകൾ ഇറങ്ങിപ്പോകുന്നതിൽ പലർക്കും ആശങ്കകളുണ്ട്. അത് നമ്മുടെ എക്സ്ചേഞ്ചുകളിലുള്ള ചില ക്രൈറ്റീരിയകളെ ഫോക്കസ് ചെയ്ത് നിർത്തുന്നതുകൊണ്ടാണ്. ആ പോയിരിക്കുന്നതിനൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ രീതികളും നമ്മൾ നോക്കുന്നതായിരിക്കും. അതായത് നിലവിൽ മാർക്കറ്റിലുള്ള ടോക്കണുകളെ ഒക്കെ തന്നെയും ബൈബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഇതെല്ലാം തിരിച്ചു മേടിക്കുന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും ടോക്കണുകൾ തിരിച്ച് മാർക്കറ്റിൽ നിന്ന് തിരിച്ച് കയറി കഴിയുമ്പോൾ പ്രൈസിങ്ങിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ നിങ്ങൾക്കറിയാം. അപ്പൊ നിലവിലെ എല്ലാവരോടും ബി സേഫ്,
അപ്പെക്സ് ടോക്കണിന്റെ കൂടെ വിശ്വസിച്ച് കൂടെ നിൽക്കുക. ഇനിയും മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റും. ശക്തമായ യൂട്ടിലിറ്റി പേർച്ചുകൾ ഇനിയും മുന്നോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വരാൻ പോകുന്ന അല്ലെങ്കിൽ പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ പ്രൈസ് വരാൻ പോകുന്ന മാറ്റങ്ങളിൽ ഇപ്പോഴത്തെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളിൽ എല്ലാവരും സേഫ് ആയിരിക്കുക. അതോടൊപ്പം ഉണ്ടാകുന്ന കറൻസികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പലരും കാണുന്നതാണ് ഇത്തരം കറൻസി മാറ്റങ്ങൾ എങ്ങനെയാണ് ഒരു ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിൽ ഉപകാരപ്രദമായി വന്നിട്ടുള്ളതെന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ അതിനെയൊക്കെ നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങളുടേതായ ഒരു പെർസെപ്ഷനിൽ, നിങ്ങളുടേതായ ഒരു വ്യൂ പോയിന്റിൽ നിങ്ങൾ വിലയിരുത്തി നല്ല രീതിയിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. So until next time, signing off. Thank you so much.